സമികയുടെ മകൻ ശൃംഗി. ശൃംഗിയുടെ ശാപത്താൽ പരീക്ഷിത്ത് മഹാരാജാവ് എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ ചെറുമകൻ, ഗ്രാൻഡ് സൺ ഓഫ് അർജുന മഹാഭാരതത്തിൽ. അതിനാലാണല്ലോ തക്ഷൻ്റെ കടിയേറ്റ് പരീക്ഷിത്ത് മഹാരാജാവ് മരിക്കും. അദ്ദേഹം നായാട്ടിന് ഒരു നാൾ പോയപ്പോൾ ദാഹിച്ച് അങ്ങനെ മുനി സമികയുടെ ആശ്രമത്തിൽ എത്തപ്പെടുകയും, എന്നാൽ ആ സമയത്ത് അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ദാഹിക്കുന്നു എന്ന ജലം ചോദിച്ചപ്പോൾ അദ്ദേഹം ധ്യാനാവസ്ഥയിലല്ലേ, മൈൻഡ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത് കണ്ട് കോപാകുലനായിട്ട് ദേഷിച്ചിട്ട് ചത്തുകിടന്ന ഒരു പാമ്പിനെ സമികയുടെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുത്തു, മാല പോലെ. അപ്പോൾ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ശൃംഗി ഇത് കണ്ട് ദേഷ്യപ്പെടുകയും അങ്ങനെ ജലം അല്പം കയ്യിലെടുത്ത് പരീക്ഷിത്ത് മഹാരാജാവിനെ ശപിക്കുകയായിരുന്നല്ലോ, തക്ഷൻ്റെ കടിയേറ്റ് നീ 7 ദിവസത്തിനകം കൊല്ലപ്പെടും. ഏതായാലും ഇതറിഞ്ഞ പരീക്ഷിത്ത് മഹാരാജാവ് പരിഭ്രാന്തനായി തക്ഷൻ്റെ സർപ്പൻ്റ്, വലിയ സ്നേക്ക്, പോയിസണസ് സ്നേക്കിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ച് ഒളിവിലിരുന്നു. എന്നിട്ടും കൊല്ലപ്പെട്ടല്ലോ. പക്ഷെ ഇതിനകം വേദവ്യാസൻ്റെ മകൻ ശുഖദേവ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണല്ലോ, ഈ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഗുരുവാണല്ലോ ശുഖദേവ. അദ്ദേഹം അങ്ങനെയാണ് ഭാഗവത പുരാണം, ശ്രീമദ് ഭാഗവതം പരീക്ഷിത്ത് മഹാരാജന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒടുക്കം മരണത്തെ അതിജീവിച്ചു, മരണഭയത്തിൽ നിന്നും അദ്ദേഹം കരകയറി. അപ്പോൾ ഈ നാഗദോഷം, നാഗശാപം എന്ന് പറയുന്നത് വളരെ വലുതാണ്, ചെറുതല്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ 15-ാം നൂറ്റാണ്ടിൽ തെന്നാലി രാമൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണദേവരായ വിജയനഗര സാമ്രാജ്യത്തിലെ വിദൂഷകനായിരുന്ന തെന്നാലി രാമനും 15-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പാമ്പ് കടിയേറ്റ് 47-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് ചരിത്രം. അപ്പോൾ അതുകൊണ്ട് ഈ നാഗദോഷം, നാഗശാപം, അതുകൊണ്ടാണല്ലോ ഇത്രയധികം നാഗക്ഷേത്രങ്ങൾ, നാഗ ആരാധന, ഒരുപാട് പ്രാധാന്യമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം നമ്മുടെ നാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ആധ്യാത്മികതയുമായിട്ട് ബന്ധമുണ്ട്. സർപ്പൻ്റ്, നമ്മുടെ മൂലാധാര ചക്രം, കുണ്ടലിനി ഉണർത്തപ്പെടുമ്പോൾ അങ്ങനെ ആ ഊർജം മുകളിലേക്ക് ഓരോ ചക്രങ്ങൾ വഴി സഹസ്രാര പത്മം എത്തുമ്പോൾ മോക്ഷം ലഭിക്കുന്നു എന്നാണല്ലോ. അപ്പം ഒരു പാമ്പ് അല്ലെങ്കിൽ സർപ്പൻ്റ്, മൂലാധാര ചക്രം, അങ്ങനെ എന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ബീജത്തിൻ്റെ അകത്തുള്ള നമ്മുടെ സ്പേം എന്ന് പറയുന്നത് ഈ ഒരു പാമ്പിൻ്റെ ആകൃതിയാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ സെലിബസി, ബ്രഹ്മചര്യം, ബ്രഹ്മത്തിൽ ചരിക്കുക, ദൈവവിചാരത്തിൽ ജീവിതത്തെ നയിക്കുക. അപ്പോൾ ശരാശരി ജീവിതം നയിക്കുന്നവർ അവരുടെ കർമ്മം അനുസരിച്ചുള്ള കുടുംബജീവിതം നയിച്ചു കൊള്ളട്ടെ. എന്നിരുന്നാൽ പോലും ദൈവവിചാരത്തോടു കൂടി എപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ പങ്കാളിയാക്കിക്കൊണ്ട് ഉള്ള ജീവിതം, അതാണ് ബ്രഹ്മത്തിൽ ചരിക്കുക. വിവാഹം കഴിച്ചവർ കൂടുതലും എല്ലായ്പ്പോഴും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതചര്യ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ശ്രീമദ് ഭാഗവതം, ഭാഗവത പുരാണം, ഭാഗവത പാരായണം നമ്മൾ കേൾക്കുന്നു. അങ്ങനെ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതാണ്, വളരെ നല്ലതാണ്. എങ്കിലും ഭാഗവത പുരാണത്തിലെ കഥകൾ ഏറെ കൗതുകരവും രസകരവുമാണ്.
താല്പര്യമുള്ളവർക്ക് നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഈ കഥകളും ഒക്കെ വിവരിക്കുകയും രസകരമായിട്ട് നമുക്കിതിൻ്റെ നന്മയും നല്ലതും ഉൾക്കൊള്ളുകയും ചെയ്യാം. അതിനുള്ള അവസരം നമുക്കിവിടെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വരാം കേട്ടോ. എന്തായാലും നാഗദോഷം നമുക്ക് ഉണ്ടെങ്കിൽ, നാഗശാപം ഉണ്ടെങ്കിൽ അത് ജ്യോതിഷത്തിൽ നമുക്ക് ഗണിച്ചിട്ട് എന്തായാലും നമുക്ക് മാറ്റിയെടുക്കാം. ഏതായാലും മണ്ണാറശാല അല്ലെങ്കിൽ വെറ്റിക്കോട്ട് തുടങ്ങിയ പ്രസിദ്ധമായിട്ടുള്ള നാഗക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആയില്യം നാളിൽ, എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കാരണം നാഗവും മനുഷ്യനും തമ്മിൽ ഏറെ ബന്ധമുണ്ട്. കാരണം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നാഗത്തിൻ്റെ വീടാണ്. മനുഷ്യൻ ഇവിടെ ചേക്കേറി എന്നുള്ളതാണ്. ഏതായാലും വരിക. നന്ദി.